സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള മുഖ്യമന്ത്രിയുടെ ഗാന്ധി സന്ദേശം വിതരണം ചെയ്യുന്നതിൽ ആശയക്കുഴപ്പം. നാളെ എല്ലാ സ്കൂളുകളിലും സന്ദേശം വിതരണം ചെയ്യുമെന്നാണ് സർക്കുലർ. ഓരോ വിദ്യാർത്ഥിക്കും സന്ദേശം ലഭിച്ചെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്നലെ പുറത്തിറക്കിയ സർക്കുലറിലുണ്ട്. നവരാത്രി അവധിയായതിനാൽ എങ്ങനെ വിതരണം ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് അധ്യാപകർ. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, നാളെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം നൽകാനിരിക്കുന്നത്? സ്മൃതി, ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ ഗാന്ധി ജയന്തി സന്ദേശം സംബന്ധിച്ച അറിയിപ്പ് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് വരുന്നത്. ഈ സന്ദേശം 21 ലക്ഷം കോപ്പികൾ അച്ചടിച്ചിട്ടുണ്ട്. ഈ അച്ചടിച്ച കോപ്പികൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യണമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഇന്നലെ വൈകുന്നേരവും ഇന്ന് പകലുമായി എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും ഉപഡയറക്ടർമാരുടെയും ഓഫീസിൽ ഈ ഗാന്ധി ജയന്തി ദിന സന്ദേശം എത്തും. ഈ എത്തുന്ന സന്ദേശം അതാത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വഴി എല്ലാ സ്കൂളുകളിലും അടിയന്തരമായി എത്തിക്കണമെന്നും 2-ാം തീയതി, അതായത് നാളെ തന്നെ ഇത് എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിൽ എത്തിച്ചേർന്നുവെന്ന് ഉറപ്പാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. അപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നമെന്നാൽ ഈ നവരാത്രി അവധിയുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും നാളെയും അവധിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ ഗാന്ധി ജയന്തി സന്ദേശം എങ്ങനെ ഈ സ്കൂളുകളിൽ വിതരണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും പ്രധാനാധ്യാപകർക്കോ അധ്യാപകർക്കോ ഉപജില്ലാ തലത്തിലുള്ള വിദ്യാഭ്യാസ ഓഫീസർമാർക്കോ ഇല്ല. അപ്പോഴും മറുവശത്ത് ഈ സർക്കുലറിൽ പറയുന്നത് അടിയന്തരമായി ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇത് വിതരണം ചെയ്ത് തീർക്കണം, അതിൽ യാതൊരുവിധ കാലതാമസവും വരുത്താൻ പാടില്ല എന്നുള്ള ഒരു സ്വരത്തിലാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇത് വിതരണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമോ എന്ന ആശങ്ക ഈ അധ്യാപകർക്കും വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രധാനാധ്യാപകർക്കും അടക്കമുള്ളവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഇനി ഒക്ടോബർ 4-ാം തീയതി വെള്ളിയാഴ്ച മാത്രമേ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പ്രവർത്തന സജ്ജമാകൂ. അതിനു മുൻപ് ഇത് വിതരണം ചെയ്യാൻ സാങ്കേതികമായി നടക്കുകയില്ല. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.